കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി നിശ്ചയിച്ചിട്ടുള്ളത് മലയാളത്തെയാണ്. അത് ഇന്ത്യ സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വന്നത്. 1955 കേന്ദ്ര സർക്കാർ ഒരു ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1963 കേന്ദ്ര സർക്കാർ ഒരു ഔദ്യോഗിക ഭാഷാ നിയമമുണ്ടാക്കി. ആ നിയമത്തിൽ ചില പ്രശ്നങ്ങൾ വിവാദമായപ്പോഴാണ് തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമൊക്കെ വന്നത്. എന്തായിരുന്നാലും അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളെയും ശക്തിപ്പെടുത്തുകയും പ്രാദേശിക ഭാഷകളിലൂടെ സർവകലാശാല വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് 1957 കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി വന്ന സർക്കാർ, EMSൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ഒരു ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ആ കമ്മീഷൻ്റെ പേര് കോമാട്ടിൽ അച്യുതമേനോൻ കമ്മീഷൻ എന്നായിരുന്നു. കൊച്ചി സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഭാഷാ പണ്ഡിതനായിരുന്നു കോമാട്ടിൽ അച്യുതമേനോൻ. അദ്ദേഹം കൺവീനറായും PT ഭാസ്കര പണിക്കർ മലബാറിലെ ജില്ലാ ബോർഡിൻ്റെ, അന്നത്തെ ഒരു ജില്ലാ ഡിസ്ട്രിക്ട് ബോർഡുണ്ടായിരുന്നു, ജില്ലാ ബോർഡ്, ഇന്നത്തെ ജില്ലാ പഞ്ചായത്തിന് സമാനമായിട്ടുള്ള അതിൻ്റെ ചെയർമാനായിരുന്നു. ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. അതേപോലെ നിഘണ്ടു നിർമ്മാതാവാണ്, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു. എന്നു മാത്രമല്ല 1957 മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് ഉണ്ടശ്ശേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു PT ഭാസ്കര പണിക്കർ. അദ്ദേഹമാണ് മറ്റൊരംഗം. മൂന്നാമത്തെ ആൾ K ദാമോദരൻ, ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളുടെ ഒരാൾ. അദ്ദേഹവും സാഹിത്യകാരൻ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് മൂന്നാമത്തെ ആൾ. നാലാമതൊരാൾ ഡോക്ടർ K ഭാസ്കരൻ നായർ, കോളേജ് അധ്യാപകനായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനാണ്. മറ്റൊരാൾ LS ഐസക്. ഇത്രയും പേര് ചേരുന്നതായിരുന്നു ഈ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ, കോമാട്ടിൽ അച്യുതമേനോൻ കമ്മീഷൻ. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. അതിൽ ഭരണഭാഷ എങ്ങനെ മലയാളമാക്കാം എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങളായിരുന്നു. പക്ഷേ റിപ്പോർട്ട് നിയമ രൂപത്തിൽ നടപ്പിലാക്കാൻ ആ സർക്കാരിന് സാധിച്ചില്ല. കാരണം 59 സർക്കാരിനെ പിരിച്ചുവിട്ടു. പിന്നീട് 1967 വന്ന EMSൻ്റെ രണ്ടാം മന്ത്രിസഭയാണ് ഇതിനെ ഔദ്യോഗിക ഭാഷ നിയമമാക്കി പാസ്സാക്കിയത്. അങ്ങനെ നിയമമായി പാസ്സാക്കിയതാണ് 1969 നിയമം. അതാണ് ഇപ്പോഴും പ്രാബല്യത്തിൽ ഇരിക്കുന്നത്. അതനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും ഭരണഭാഷ മാതൃഭാഷയിലൂടെ ആവണം. ഇപ്പോൾ 50-ാം വർഷത്തിൻ്റെ ഒരു പാചകം വെച്ചുകൊണ്ട് ഭരണഭാഷ മലയാള ഭാഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അച്ചടിച്ച് വിടുന്നതുമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്കതാക്കാൻ സാധിച്ചിട്ടില്ല. 1984 ജസ്റ്റിസ് KK നരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കോടതി ഭാഷ മലയാളമാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കമ്മീഷനെ വച്ചു. 2 കൊല്ലക്കാലത്തെ സമയമെടുത്ത് വിശദമായ തെളിവെടുപ്പൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ഘട്ടം ഘട്ടമായി കോടതി ഭാഷയും മലയാളമാക്കണം എന്നതായിരുന്നു ജസ്റ്റിസ് KK നരേന്ദ്രൻ്റെയും റിപ്പോർട്ട് അല്ലെങ്കിൽ ശുപാർശ. പക്ഷേ അതും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും മുൻസിഫ് കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ സബ് കോടതിയിലോ ജില്ലാ കോടതിയിലോ ഒക്കെയും സാക്ഷി വിസ്താരം മാതൃഭാഷയിലൂടെ മലയാളത്തിലൂടെയാണെങ്കിലും ജഡ്ജിമാർ വിധിന്യായങ്ങൾ എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. പൂർണ്ണമായിട്ട് മലയാളത്തിലാകാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ, കാരണം ഔദ്യോഗിക ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അധ്യയന മാധ്യമം എന്നുള്ളത്. അധ്യയന മാധ്യമം മാതൃഭാഷയിലൂടെ ആയിരിക്കണമെന്നുള്ളത് സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ട തത്വമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്, ചില പഴയ കോളനി രാജ്യങ്ങൾ ഒഴികെ. പക്ഷേ ഇവിടെ രാജഭരണകാലത്തും പണ്ട് മലബാറിൽ ബ്രിട്ടീഷ് ഭരിച്ചകാർ ഭരിച്ചിരുന്ന കാലത്തും മലയാളവും അതേപോലെ ഇംഗ്ലീഷും ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക നയം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായും മലയാള മാധ്യമത്തിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് 1 തൊട്ട് 10-ാം ക്ലാസ് വരെ 1-ാം ഭാഷയായി മലയാളവും 2-ാം ഭാഷയായി ഇംഗ്ലീഷും 3-ാം ഭാഷയായി ഹിന്ദിയും. ഇതാണ് ത്രിഭാഷാ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. കൃത്യമായി നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനമെന്ന് ഞാൻ പറയും, അത് കേരളം മാത്രമാണ്. അപ്പോൾ 1-ാം ഭാഷയായി മലയാളം ഉപയോഗിക്കണം, അധ്യയന മാധ്യമവും മലയാളമായിരിക്കണം. പക്ഷേ കഴിഞ്ഞ ഒരു 10, 25, 30 കൊല്ലമായി കണ്ടുവരുന്ന പ്രവണത, നമ്മൾ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടായി അല്ലെങ്കിൽ 100 മേനി വിജയം വധു എന്നൊക്കെ അഭിമാനിക്കുന്ന സ്കൂളുകൾ പോലും ഇംഗ്ലീഷ് മീഡിയത്തിലാണ്.
നാട്ടിൻ പുറങ്ങളിൽ പോലും ഇംഗ്ലീഷ് മീഡിയം എന്നെഴുതി വച്ചില്ലെങ്കിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾക്കും താല്പര്യമില്ല. അപ്പോൾ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ കുട്ടികളെത്തില്ല, കുട്ടികളെത്തിയില്ലെങ്കിൽ അധ്യാപകരുടെ തസ്തിക പോകും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അധ്യാപകരുടെ ജോലി നിൽക്കട്ടെ എന്നുള്ള ഒരു ധാരണ വരുമ്പോൾ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷം സംസ്ഥാന രൂപീകരണത്തിന് ശേഷമൊക്കെ വന്ന കാലത്തെ നയം നമുക്ക് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മാതൃഭാഷ ഔദ്യോഗിക ഭാഷയാകണം, മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും പരസ്പര പൂരകമാണ്. അധ്യയന മാധ്യമം മലയാളമായില്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ മലയാളമാകാൻ പറ്റില്ല. അത് യുക്തിരാഹിത്യമാണ്. 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയോ പഠിച്ച് പാസ്സായവരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതിയിട്ട് LD ക്ലർക്കുമാരായിട്ട് സർവീസിൽ കയറുന്നത്. അവർക്ക് മലയാള ഭാഷ നേരാവണ്ണം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെഴുതുന്ന ഫയലുകളുടെ സ്വഭാവം എങ്ങനെയിരിക്കും? മലയാളത്തിൽ അവർ എഴുതണമെന്ന് പറയുന്നതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടി മലയാളത്തിൽ എഴുതണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഹയർ സെക്കൻഡറി തലത്തിലും അധ്യയന മാധ്യമം മലയാളമല്ല. മലയാളത്തിൽ പഠിപ്പിക്കാൻ അനുവാദമുണ്ട്, പക്ഷേ ഔദ്യോഗികമായിട്ട് മാധ്യമം ഇംഗ്ലീഷ് തന്നെയാണ്. കാരണം പണ്ട് കോളേജുകളിൽ നിലനിന്നിരുന്ന പ്രീ ഡിഗ്രിയെ അടർത്തി മാറ്റിയാണ് ഹൈസ്കൂളിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് ഹയർ സെക്കൻഡറി ആക്കിയത്. അവിടെയും ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ. അവിടെ 1ാം ഭാഷ ഇംഗ്ലീഷ് ആണ് താനും. അങ്ങനെ 12 കൊല്ലം ഇംഗ്ലീഷ് പഠിക്കുന്നു. ബിരുദതലത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദതലത്തിൽ 1ഉം 2ഉം വർഷങ്ങളിൽ 1ാം ഭാഷയായിട്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നു. അങ്ങനെ 14 കൊല്ലം തുടർച്ചയായി ഇംഗ്ലീഷ് പഠിച്ചിട്ടും 10 കൊല്ലം തുടർച്ചയായി 1ാം ഭാഷയായി മലയാളം പഠിച്ചിട്ടും മലയാളമോ ഇംഗ്ലീഷോ തെറ്റില്ലാതെ പ്രയോഗിക്കാൻ കഴിയുന്ന കുട്ടികളുടെ ബിരുദധാരികളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ദീർഘകാലം കോളേജ് അധ്യാപകനായിരുന്ന എനിക്ക് എൻ്റെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികൾ, അത് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് BA ക്ലാസ്സിൽ വരുന്നവരായിരുന്നാലും BA ബിരുദം കഴിഞ്ഞിട്ട് MA ക്ലാസ്സിൽ വരുന്നവരായിരുന്നാലും അവരുടെ ഭാഷാ പ്രയോഗ ശേഷി വർഷങ്ങൾ പോകും തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് അനുഭവം. അപ്പോൾ പ്രശ്നം ഭാഷാ അഭ്യസനത്തിലാണ്, അധ്യയനത്തിലല്ല പ്രശ്നം, അഭ്യസനത്തിലാണ്. അപ്പോൾ ഭാഷാ അഭ്യസനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിരിക്കുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങളിൽ നിന്ന് പൂർണ്ണമായും മലയാളത്തിലെ അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഊഷ്മാക്കളും അനുനാസികങ്ങളും എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു അന്നത്തെ പാഠപുസ്തകങ്ങൾ സംവിധാനം ചെയ്തിരുന്നത്. കാരണം ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും ഭാഷയിൽ സ്വരങ്ങൾ ഉണ്ടാകുന്ന അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. മലയാളത്തിലെ കേരളത്തിലെ നവോത്ഥാന നായകനായിട്ട് നമ്മൾ കണക്കാക്കുന്ന അംഗീകരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ആദിഭാഷ എന്നൊരു കൃതിയുണ്ട്. വളരെ അസാമാന്യമായ യുക്തിബോധം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വാദഗതികളൊക്കെ ഉന്നയിക്കുന്നത്. അതിലദ്ദേഹം പറയുകയാണ്, അത് മലയാളവും തമിഴും സംസ്കൃതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, ഒരു കുട്ടി പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് സ്വരവും വ്യഞ്ജനവും ഉണ്ടാകുന്നതെന്നാണ്. സ്വരാക്ഷരങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഒരു കുഞ്ഞ് കരയുമ്പോഴാണ് ങ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവിടെ വരുന്നത് ആ എന്ന സ്വരാക്ഷരമാണ്. ങ എന്നുള്ള അനുനാസികം അവിടെ ഉണ്ടെങ്കിലും അതിലെ സ്വരം എന്ന് പറയുന്നത് ആ ആണ്. അപ്പോൾ ആ എന്ന സ്വരാക്ഷരം ഉണ്ടായത് ഇങ്ങനെ കുഞ്ഞ് കരഞ്ഞപ്പോഴാണ്. കുഞ്ഞ് ചിരിച്ചപ്പോഴാണ് ഈ കുഞ്ഞ് ചിരിക്കുന്ന എന്നാണ്. അപ്പോൾ എന്ന സ്വരാക്ഷരം ഉണ്ടായത് അവിടെയാണ്. കുഞ്ഞ് പേടിച്ചപ്പോഴാണ് ഉണ്ടായത്. കുഞ്ഞ് അത്ഭുതപ്പെട്ടപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ തന്നെ എങ്ങനെയാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടാകുന്നത് പഠിക്കാമെന്ന് ഇന്നത്തെ പോലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചിട്ടില്ലാതെയോ പാശ്ചാത്യ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾ കടന്നു വന്നിട്ടില്ലാത്തതോ ആയ 100 കൊല്ലം മുമ്പ് ചട്ടമ്പി സ്വാമികൾ ഇത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ആ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലേ? നമ്മൾ ഉച്ചാരണം, ഭാഷാ അഭ്യസനത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉച്ചാരണം. ഉച്ചാരണം മാറിയാൽ അർത്ഥം മാറും. കാരണം അത് ഏത് ഭാഷയിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഇഷ്യൂ എന്നൊരു വാക്കുണ്ട്.
ആ ഇഷ്യൂ എന്ന വാക്കിന് പല അർത്ഥം നമ്മൾ പറയും, കാരണം അത് നാനാർത്ഥങ്ങളുള്ള വാക്കാണ്. ഒരു പ്രശ്നം എന്ന അർത്ഥത്തിൽ പറയാം. പോലീസും ജനങ്ങളും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെ പറയാം. ഒരു പ്രശ്നം, തർക്കം. ബാങ്ക് ഇഷ്യൂ, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്ന് പറയാറുണ്ട്. ബാങ്കിലെ ക്യാഷ് കൗണ്ടറിൽ നോട്ട് ഇഷ്യൂ ചെയ്തു എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ അർത്ഥമല്ല ഞാൻ പറയുന്നത്. ആ ഇഷ്യൂ, ISSUE എന്ന് പറയുന്ന വാക്ക് ഇഷ്യൂ എന്നുച്ചരിച്ചാൽ, ഉച്ചാരണം ഇഷ്യൂ ആയാൽ വാക്കിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളുണ്ട് എന്നാണ്. എനിക്കൊരു ഇഷ്യൂ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു കുട്ടിയുണ്ട്, അവൻ പിന്നെ ഇഷ്യൂ ആയി മാറും. ഇഷ്യൂ. അപ്പോൾ ISSUE എന്ന് പറയുന്ന വാക്ക് ഇഷ്യൂ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അത് ഇഷ്യൂ എന്ന നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന വാക്കിന് അപ്പോൾ ഉച്ചാരണ ഭേദം വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ വേറെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണമെന്ന് നിയമമുണ്ട്. അവിടെ എക്കണോമിക്സ് ഉണ്ട്, എക്കണോമി ഉണ്ട്, പലതരത്തിൽ ഉച്ചരിക്കാറുണ്ട്, അർത്ഥവും വ്യത്യാസമുണ്ട്. അതിരിക്കട്ടെ. മലയാളത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന അക്ഷരങ്ങളെല്ലാം തന്നെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾക്ക് നമ്മളൊരർത്ഥം കൽപ്പിക്കുകയാണ്. അങ്ങനെ അർത്ഥം കൽപ്പിക്കുമ്പോൾ ഓരോ ഭാഷയിലെയും അടയാളങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അർത്ഥം വ്യത്യാസമാണ്. ഉദാഹരണത്തിന്, ഒരു വട്ടം ഇട്ടു വച്ചാൽ ഗണിത അധ്യാപകൻ പറയും അത് 0 ആണ് എന്ന്. ഇംഗ്ലീഷ് അധ്യാപകൻ പറയും അത് O ആണ് എന്ന്. മലയാളം അധ്യാപകൻ പറയും അത് ഠ ആണ് എന്ന്. അത് ചെറുതാക്കിയിട്ടാൽ മലയാള അധ്യാപകൻ പറയും ആണ് എന്ന്. അപ്പോൾ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിലത് O എന്ന അക്ഷരമാകുന്നു. ഗണിതത്തിൽ ആ അടയാളം 0 അല്ലെങ്കിൽ 0 എന്നാണ്. മലയാളത്തിൽ ഠ എന്നും ചെറുതായാൽ എന്നും പറയുന്നു. മലയാളവും ഇംഗ്ലീഷും കൂട്ടിച്ചേർത്ത് എഴുതിയാൽ ഈ പ്രശ്നം വരും. ഉദാഹരണത്തിന്, നമ്മൾ ഇനീഷ്യൽ എഴുതുമ്പോൾ ഇംഗ്ലീഷും മലയാളത്തിൽ പേരെഴുതുമ്പോൾ മലയാളം എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ എസ് കുട്ടൻ എന്നെഴുതിയാൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളത് എങ്ങനെ വായിക്കും? കുട്ടൻ എന്നേ വായിക്കും, എസ് കുട്ടനാവില്ല. അപ്പോൾ എപ്പോഴും പേരെഴുതുമ്പോൾ അല്ലെങ്കിൽ എന്തെഴുതിയാലും ഇംഗ്ലീഷ് പദങ്ങൾ ബ്രാക്കറ്റിലോ മറ്റോ കൊടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അക്ഷരങ്ങൾ പഠിക്കാതെ ഒരു കുട്ടിക്ക് എങ്ങനെ ഭാഷ പഠിക്കാൻ പറ്റും? ഏറ്റവും പഴക്കമുള്ള പാഠപുസ്തകങ്ങൾ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു പാഠപുസ്തക സമിതി ഉണ്ടാകുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ നേതൃത്വത്തിലാണ്. അതിൽ അംഗങ്ങളായിരുന്ന വേറെ ആൾക്കാരുണ്ട്. AR രാജരാജവർമ്മയുണ്ട്. പിന്നീട് മഹാകവി ഉള്ളൂരായിരുന്നു, S പരമേശ്വരയ്യരായിരുന്നു കമ്മിറ്റിയുടെ അംഗമായിട്ട് വന്നത്. സർക്കാർ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കും പോലെ തന്നെ സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, പത്രപ്രവർത്തനത്തിൻ്റെ കുലകൂടസൻ എന്ന് പറയുന്ന, ഭീഷ്മാചാര്യൻ എന്നൊക്കെ പറയാവുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ബാലബോധിനി എന്നൊരു പാഠപുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാലബോധിനി എന്നാണ്. 1940കളിൽ തിരുവിതാംകൂർ സർക്കാരുണ്ടാക്കിയൊരു 1ാം പാഠപുസ്തകമുണ്ട്. അതിൽ അക്ഷരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അക്ഷരങ്ങളുടെ ഉച്ചാരണം അധ്യാപകൻ പഠിപ്പിക്കണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ദൗത്യം അധ്യാപകനിൽ വരികയാണ്. ഞാൻ നേരത്തെ പറയുന്ന അടയാളങ്ങൾ, അക്ഷരങ്ങളെ ആ അടയാളങ്ങളെ ഉച്ചരിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞിന് പറയാൻ പറ്റുക? കുഞ്ഞ് അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദമാണ് കേട്ട് പഠിക്കുന്നത്. പിന്നെയാണ് വെളിയിൽ നോക്കിയിട്ട്, പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം കേട്ട് പഠിക്കുന്നത്. അമ്മ പറഞ്ഞു കൊടുക്കുന്ന വാക്കായതുകൊണ്ടാണ് ആ വാക്കിനെ അമ്മ വാക്ക്, മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞിനെ ഉച്ചാരണം പഠിപ്പിക്കാൻ ആരെങ്കിലും വേണം. ഒരു മലയാളിയായ അമ്മയുടെ കുഞ്ഞ് മലയാളം പറയുമ്പോൾ ഇതേ പ്രായത്തിലുള്ള ഒരു തമിഴ് അമ്മയുടെ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നത്. കാരണം എന്താ? അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഭാഷയും മറ്റു കാര്യങ്ങളും കുഞ്ഞിന് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഉച്ചാരണം പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എഴുത്തും അതുപോലെ തന്നെയാണ്. എഴുതിനും രീതിയുണ്ട്. ഇടത്തു നിന്നും വലത്തോട്ടും, വലത്തു നിന്ന് ഇടത്തോട്ടും, മുകളിൽ നിന്ന് താഴോട്ടും ഒക്കെ എഴുതാറുണ്ട്. ചൈനീസ് ഭാഷ എഴുതുന്ന ഒരു തരത്തിലാണ്, അറബി ഭാഷ എഴുതുന്ന മറ്റൊരു തരത്തിലാണ്. ഇംഗ്ലീഷ് എഴുതുന്ന ഇടത്തു നിന്ന് വലത്തോട്ടാണെങ്കിലും മലയാളം എഴുതും പോലെ വലത്തു നിന്ന് ഇടത്തോട്ടല്ല. അപ്പം നമ്മൾ മലയാളത്തിൽ ആ എന്ന അക്ഷരം എഴുതുന്ന വലത്തു നിന്നും ഇടത്തോട്ടാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇടത്തു നിന്നും വലത്തോട്ടാണ്. എങ്കിൽ വ്യത്യാസമുണ്ട്. അത് എഴുത്തിൻ്റെ രീതി. പക്ഷേ എഴുതാനും പഠിപ്പിച്ചാലേ പറ്റുകയുള്ളൂ.
ആദ്യകാലത്തെ കേരളത്തിലെ തിരുവിതാംകൂറിലായിരുന്നാലും പിന്നെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമായിരുന്നാലും ഈ പാഠപുസ്തകങ്ങളിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നു. സ്വരവും വ്യഞ്ജനവും കുഞ്ഞിന് അറിയില്ല. 1-ാം ക്ലാസ്സിലെയോ 2-ാം ക്ലാസ്സിലെയോ പഠിക്കുന്ന കുഞ്ഞിന് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും തിരിച്ചറിയേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എഴുതി പഠിക്കണമെന്നും അഭിപ്രായമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുതിർന്ന നിലയിൽ അവർ എഴുതാൻ പഠിക്കണം. കാരണം കൈയക്ഷരം പടം വരയ്ക്കും പോലെയാണ്, ചിത്രം വരയ്ക്കും പോലെയാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പഠിപ്പിക്കണം. പക്ഷേ ഉച്ചാരണം 1-ാം ക്ലാസ്സിൽ തൊട്ട് തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം കുഞ്ഞ് വീട്ടിൽ അമ്മയോ അച്ഛനോ മറ്റു ബന്ധുക്കളോ ആരെങ്കിലും പറയുന്ന പദങ്ങൾ ഉച്ചരിച്ച് പഠിച്ചിട്ടാണ് അവിടെ വരുന്നത്. ആ ഉച്ചാരണം ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് ഓരോ വീട്ടിനകത്തും ഓരോ ഭാഷയാണ്, ഓരോ ഉച്ചാരണമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷയെന്നോ ഔദ്യോഗിക ഭാഷയെന്നോ പറഞ്ഞ് പഠിക്കുമ്പോൾ ഒരു മാനകീകരിക്കപ്പെട്ട ഭാഷയാണ്. നാട്ടും പുറത്ത് പറയുന്ന ഭാഷയല്ല അച്ചടി ഭാഷ. അപ്പോൾ അച്ചടി ഭാഷയും സംസാര ഭാഷയും തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അച്ചടി ഭാഷയുടെ, മാനകീകരിക്കപ്പെട്ട ഭാഷയുടെ അക്ഷരങ്ങൾ ക്ലാസ് മുറിയിൽ അധ്യാപകൻ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. പഴയ പാഠപുസ്തകം, പ്രത്യേകിച്ച് എനിക്കൊന്നൊരു 1990-കൾക്ക് മുമ്പ് വരെ അല്ലെങ്കിൽ 2000 ആണ്ടിന് മുമ്പ് വരെയുള്ള 1-ാം പാഠപുസ്തകം പരിശോധിച്ചാൽ ആ പുസ്തകങ്ങളിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വ്യക്തമായി പഠിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ എന്ന ഒരു പടം, അമ്മയുടെ പടം, ഒരു സ്ത്രീയുടെ പടം കൊടുത്തിട്ട് അമ്മ എന്ന് താഴെ എഴുതിയാൽ ആ എന്ന അക്ഷരം ചുവപ്പിലും ഇമ്മ എന്ന അക്ഷരം കറുപ്പിലുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കുഞ്ഞിന് കാര്യം മനസ്സിലാവില്ല. പക്ഷേ പിന്നീട് 5 തൊട്ടോ 2 3 ക്ലാസ് പഠിച്ചതിന് ശേഷം കുഞ്ഞെടുത്തു നോക്കുമ്പോൾ ആ എന്ന അക്ഷരം ചുവപ്പിൽ കൊടുക്കാൻ കാരണം അത് സ്വരാക്ഷരമാണത് എന്നുകൊണ്ട് മനസ്സിലാക്കും. അടുത്ത ആന കൊടുക്കുന്നു, ആനയുടെ പടം കൊടുക്കുന്നു, ആ എന്ന അക്ഷരം ചുവപ്പിൽ കൊടുക്കുന്നു, ന എന്ന അക്ഷരം കറുപ്പിൽ കൊടുക്കുന്നു. അതേപോലെ ഈയും അങ്ങനെ പോവും, ഈച്ചപ്പൂവും അല്ലെങ്കിൽ ഈറപ്പൂവും അങ്ങനെയൊക്കെ ആവും, ഇലപൂവും, ഊഞ്ഞാലുണ്ട്, അങ്ങനെ ഓരോന്ന്. ഉറി, ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉറിയൊന്നും ആവശ്യമില്ല, കാരണം ഫ്രിഡ്ജൊക്കെ വന്നപ്പോൾ പിന്നെ ഉറിയുടെ ആവശ്യമില്ലാതായി മാറി. കുഞ്ഞിന് അതൊന്നും പരിചയമല്ല, വീട്ടിനകത്തല്ല. പണ്ട് ഉരലുണ്ടായിരുന്നു, ഇപ്പോൾ ഉരലില്ല. അപ്പോൾ ഉരൽ വേണ്ട, നമുക്ക് ആ ഊക്ക് പകരം വേറൊരു സാധനം കൊടുത്താൽ മതി. ഉലക്ക ഇല്ല, അപ്പോൾ അത് നെൽകൃഷി പോയപ്പോൾ ഉലക്ക ഇല്ലാതായി. മില്ലുകൾ ധാന്യം കുത്തിപ്പൊടിക്കുന്ന മില്ലുകൾ വന്നപ്പോൾ അത് ആവശ്യമില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് പുതിയ വാക്കുകൾ കൊടുക്കാം. പക്ഷേ അക്ഷരം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശരിയായി ചൊല്ലി പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വാർത്തകൾ, ചാനലുകളിൽ വാർത്ത വായിക്കുമ്പോഴോ ഒക്കെ പ്രശ്നങ്ങൾ വരാം. മലയാള ദൃശ്യ മാധ്യമങ്ങളിലെ ഭാഷാ പ്രയോഗം നല്ല ഉച്ചാരണശുദ്ധിയുള്ളതാണ് എന്നോ വ്യാകരണശുദ്ധിയുള്ളതാണോ എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കില്ല. പലപ്പോഴും തെറ്റ് പറ്റുന്നുണ്ട്. തെറ്റ് പറ്റിക്കൂടാ എന്നില്ല, തെറ്റിനെ മാത്രം ചൂണ്ടിക്കാണിക്കാനുമല്ല. പക്ഷേ തെറ്റ് പറ്റാൻ കാരണം അവർ ഉച്ചാരണം പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഇതുണ്ട്. വ്യാകരണത്തെറ്റ് വരാം, വാചകത്തെറ്റ് വരാം. അപ്പോൾ വാചകത്തെറ്റും വ്യാകരണത്തെറ്റും രണ്ടാണ്. ഭാഷ പഠിക്കുമ്പോൾ അക്ഷരം പഠിക്കുന്നു, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ വാക്കുകളാകും, വാക്കുകൾ കൂട്ടിച്ചേർത്താൽ വാചകമാകും. ആ വാചകം വ്യാകരണ സംബന്ധമായി ശരിയാവണമെന്നില്ല. ഉദാഹരണത്തിന് കാരമുള്ളിൻ്റെ കൂർപ്പോ ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമപ്പോ ഏതാണ് കൂടുതൽ? അതോ ഇതോ കൂടുതൽ? വ്യാകരണം ശരിയാണ്, അതോ ഇതോ കൂടുതൽ. പക്ഷേ നമുക്കങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും. കാരമുള്ളിൻ്റെ കൂർപ്പിനെ എങ്ങനെയാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ചുമപ്പുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുക? വ്യാകരണവും വാചകവും ശരിയാണെങ്കിലും അർത്ഥം തെറ്റിപ്പോകുന്നു. അപ്പോൾ ഈ തെറ്റ് മനസ്സിലാക്കി പ്രയോഗിക്കാൻ കുട്ടിക്ക് പഠിക്കണം, കുട്ടി മനസ്സിലാക്കണം. ആ പഠിപ്പീര് എവിടെ തൊട്ട് തുടങ്ങണം? 1-ാം ക്ലാസ്സിൽ മലയാളം പഠിക്കുന്ന കുട്ടി എല്ലാ അക്ഷരങ്ങളും പരിചയപ്പെടേണ്ടതില്ലേ? നിലവിലെ പാഠപുസ്തകത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ഗവേഷണ സമിതി SCERT തയ്യാറാക്കിയിട്ടുള്ള 1-ാം ക്ലാസ്സിലെ ഇപ്പോഴത്തെ പാഠപുസ്തകത്തിൽ എല്ലാ അക്ഷരങ്ങളും കൊടുത്തിട്ടില്ല. 2-ാം പാഠപുസ്തകത്തിലും ഇല്ല. അക്ഷരങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ അക്ഷരങ്ങളും കൂടി മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് സംസാരിക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും വരുന്നു, ശരി തന്നെയാണ്. പക്ഷേ ആ അക്ഷരങ്ങൾ മാത്രം അങ്ങനെ സംസാരിച്ചാൽ പോരല്ലോ, എങ്കിൽ സംസാരിക്കുന്ന കുട്ടിയെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത് ഇത് ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം, കൺസ്ട്രക്റ്റിവിസം എന്നാണ്. വിജ്ഞാനം നിർമ്മിക്കുന്നതാണ്. ആര് നിർമ്മിക്കണം? അത്
പഠിക്കുന്നയാൾ സ്വയമേവ നിർമ്മിക്കണം. എങ്ങനെ നിർമ്മിക്കാൻ കഴിയും? അയാൾക്ക് പ്രവൃത്തിയിലൂടെയാണ് നിർമ്മിക്കാൻ കഴിയുക. അതാണ് ഈ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പെഡഗോജി എന്ന് പറയുന്ന പ്രവർത്തന അധിഷ്ഠിത ബോധന രീതി എന്ന് പറയുന്നത്. പ്രവർത്തിച്ചെങ്കിലേ അറിവുണ്ട്. അത് മനുഷ്യൻ്റെ ആദ്യകാലം മുതൽ മനുഷ്യൻ ഈ രൂപത്തിലായതൊക്കെ പ്രവർത്തിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ജീവി എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ മറ്റ് ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ആഹാരം സമ്പാദിക്കാനാണ് ആദ്യകാലത്ത്. പിന്നീട് വീട് വയ്ക്കാൻ ഉപയോഗിച്ചു, ഇപ്പോൾ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. അതെല്ലാം മനുഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ജീവി ആയതുകൊണ്ടാണ്. ഓരോ ഉപകരണം നിർമ്മിക്കുമ്പോഴും മനുഷ്യൻ്റെ അറിവ് വികസിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. ആ വർദ്ധിച്ച അറിവ്, വർദ്ധിച്ച ബോധം വെച്ചുകൊണ്ടാണ് നിലവിലുണ്ടാക്കിയ ഉപകരണത്തെ നവീകരിക്കുന്നത്. അപ്പം ഉപകരണങ്ങളുടെ നിർമ്മിതിയും അറിവിൻ്റെ ഉൽപ്പാദനവും ഉപകരണങ്ങളുടെ നവീകരണവും അറിവിൻ്റെ നവീകരണവും പരസ്പര പൂരകമായി മുന്നോട്ട് പോവുകയാണ്, പുരോഗമിക്കുകയാണ്. അപ്പോൾ അറിവുണ്ടാകുന്നത് പ്രവർത്തിക്കുമ്പോഴാണ്. പ്രവൃത്തിയിലൂടെയാണ് പഠിക്കേണ്ടത്. ഭാഷ പഠിക്കുന്നയാൾ എന്ത് പ്രവൃത്തിയിലൂടെ വേണം പഠിക്കാൻ? അത് ജ്ഞാനനിർമ്മിതിവാദമായിരുന്നാലും പ്രവർത്തന അധിഷ്ഠിത ബോധനമായിരുന്നാലും എന്താണ് ഭാഷാ പഠനത്തിലെ നിർമ്മിതി എന്ന ഭാഷാ പഠനത്തിലെ പ്രവൃത്തി? ഉച്ചാരണം ഒരു പ്രവൃത്തിയാണ്. വർത്തമാനം പ്രവൃത്തിയാണ്. വർത്തമാനം പ്രവൃത്തിയല്ല എന്ന് അംഗീകരിച്ചാൽ കോളേജ് സാറുമാർക്കും സ്കൂൾ അധ്യാപകർക്കും ശമ്പളമില്ലാതെ പോകും. അത് പ്രവൃത്തിയേ അല്ല എന്ന് പറയാം. അധ്യാപകർ പഠിപ്പിക്കുന്നത് വാക്കുകൊണ്ടാണ്, ഭാഷ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സംസാരിക്കുന്നത് പ്രവൃത്തിയാണ്, ഉച്ചരിക്കുന്നത് പ്രവൃത്തിയാണ്, എഴുതുന്നത് പ്രവൃത്തിയാണ്. അപ്പോൾ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നു. അപ്പോൾ കുഞ്ഞ് ഉച്ചരിച്ചെങ്കിൽ മാത്രമേ ഉച്ചാരണ ശുദ്ധി കിട്ടുകയുള്ളൂ. എഴുതിയെങ്കിൽ മാത്രമേ അക്ഷര വടിവ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജ്യവും ഓയും ഠായും അമ്മും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഉച്ചരിക്കുകയും എഴുതുകയും വേണം. ഒരേ അടയാളത്തെ തന്നെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ എഴുതുന്ന ഒരടയാളത്തെ വ്യത്യസ്ത രൂപത്തിൽ ഉച്ചരിക്കുക പ്രവൃത്തിയാണ്. അങ്ങനെ ഉച്ചരിച്ചപ്പോഴാണ് ഇത് പൂജ്യമാണ് എന്ന അറിവുണ്ടായത്, ഇത് ഓ എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് എന്ന അറിവുണ്ടായത്, ഇത് ഠ എന്ന മലയാള അക്ഷരമാണ് എന്ന അറിവുണ്ടായത്. യെസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഡ എന്ന മലയാള അക്ഷരമാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ ഉച്ചരിക്കുമ്പോഴാണ്. അപ്പോൾ ഉച്ചാരണത്തിലൂടെ ഭാഷയെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഈ അടുത്ത കാലത്ത് ഇല്ലാതായോ എന്നെനിക്കൊരു സംശയമുണ്ട്. പാട്ടുകളിലൂടെയാണ് 1-ാം ക്ലാസ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തും പാട്ടുകളുണ്ടായിരുന്നു. 1-ാം കുന്നിലും ഓലമ്പക്കുന്നിലും ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിലും പാട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടാണ്. അമ്മ താരാട്ടുപാട്ടി ഉറക്കുന്ന കേൾക്കുന്നുണ്ടാവാം. പാട്ടിൻ്റെ സംഗീതം ഇവരുടെ അതിൻ്റെ സംഗീതം ഒരു താളം കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവാം. ചുറ്റും സംഗീതം, നമുക്ക് ചുറ്റും സംഗീതമാണ്. കാറ്റിന് സംഗീതമാണ്, നടക്കുമ്പോൾ സംഗീതമാണ്, പക്ഷി കരയുമ്പോൾ സംഗീതമാണ്, പൂച്ച കരയുമ്പോൾ സംഗീതമാണ്. ഈ സംഗീതമൊക്കെ ഇതൊക്കെ ഈ ശബ്ദങ്ങളെല്ലാം തന്നെ സംഗീതമായിട്ടായിരിക്കും കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയുന്നത്. ആ സംഗീതത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ പാട്ടുകളിലൂടെ ആക്കി എടുക്കുമ്പോൾ കുഞ്ഞിന് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഗദ്യം ഓർത്തു വയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പദ്യം ഓർത്തു വയ്ക്കൽ. അതുകൊണ്ടാണ് ആദ്യകാലത്തെ കൃതികളെല്ലാം കാവ്യരൂപത്തിലാക്കി വെച്ചത്. അന്നും ഗദ്യം എഴുതാൻ അറിയാത്തതുകൊണ്ടല്ല, അന്ന് ഗദ്യം എഴുതാൻ ഇല്ലാത്തതുകൊണ്ടുമല്ല. പക്ഷേ ഓർത്തു വയ്ക്കാൻ എളുപ്പം, താളക്രമത്തിൽ ഓർത്തു വയ്ക്കാൻ എളുപ്പം ഈ കാവ്യരൂപത്തിലായതുകൊണ്ടാണ്. ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ ഏറെ പ്രസിദ്ധമായ ഒരു ജ്ഞാനശാഖയാണ് ആരോഗ്യത്തിൻ്റെയും ഈ കളരിയുടെയും അല്ലെങ്കിൽ കായികാഭ്യാസത്തിൻ്റെയും. അത് മുഴുവൻ വായ്ത്താരികളാണ്. അഗസ്ത്യൻ്റെ ഏട് എന്നാണ് പറഞ്ഞത് വെച്ചാൽ പുസ്തകം. ആ ഏട് മുഴുവൻ നിൽക്കുന്നത് വായ്ത്താരിയിലൂടെയാണ്. ഇപ്പോൾ മലബാറിലെ വടക്കൻ കളരിയിലാണെങ്കിൽ പോലും ചുവട് ഉറപ്പിക്കുന്നതും ചുവട് പറയുന്നതും ഒരു ചുവട് പുറകോട്ട് വാങ്ങി മറ്റേ ചുവട് മുന്നോട്ട് ഈ ഇടത്തൊഴിഞ്ഞ് വലത്തൊഴിഞ്ഞെന്നൊക്കെ പറയുന്നത് ഒരു വായ്ത്താരിയുടെ രൂപത്തിലാണ്. അപ്പോൾ പാട്ടിൻ്റെ രൂപത്തിലാണ്. അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഏത് ഭാഷയും പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ രൂപത്തിലാണ് പഠിക്കേണ്ടത്. അങ്ങനെ അതാണ് ജ്ഞാനനിർമ്മിതി, പ്രവൃത്തിയിലൂടെ പഠിക്കുക എന്ന് പറയുന്നത് അതാണ്. പക്ഷേ അത് ഈ അടുത്ത കാലത്ത് സിദ്ധാന്തം പ്രയോഗത്തിൽ വരുത്താൻ കഴിയാതെ പോയി. സിദ്ധാന്തത്തെ യാന്ത്രികമായി സമീപിച്ചപ്പോൾ ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ പ്രയോഗതലത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സിദ്ധാന്തവും പ്രയോഗവും എന്തായാലും നമ്മുടെ അനുഭവം എന്താണ്? അനുഭവം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പഠിതാവിന്, ഒരു കൗമാരപ്രായക്കാരന് തെറ്റില്ലാത്ത മലയാളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വാക്കും വാചകവും
വ്യാകരണവും തമ്മിലുള്ള പൊരുത്തപ്പെടൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബിരുദതലം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരാളിന്, ബിരുദധാരിയായ ഒരാളിന് തെറ്റില്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് കേരള സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളുടെ മുഴുവൻ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ക്ലാസ് മുറികൾ ഡിജിറ്റലായിട്ടുണ്ട്. ഇപ്പോൾ 1 കൊല്ലമായിട്ട് കോവിഡ് മഹാമാരി വന്നത് കാരണം ഓൺലൈൻ വിദ്യാഭ്യാസമാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളതിൽ തൃപ്തരായി കഴിഞ്ഞു, അവർ പരിചിതരായി കഴിഞ്ഞു, അവരുടെ രക്ഷിതാക്കളും പരിചിതരായി കഴിഞ്ഞു. ഇതിനോട് ഭയമുണ്ടായിരുന്ന അധ്യാപകർക്ക് ഇപ്പോൾ ഭയം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ടെക്നോഫോബിയ എന്നൊരു ചൊല്ല് പണ്ട് ഇംഗ്ലീഷിൽ പറയും. ഒരു യന്ത്രോ ഉന്മാദം, ടെക്കോ മാഫിയ എന്ന് പറയുന്ന പോലെ തന്നെ ടെക്നോഫോബിയുണ്ട്, വിരോധമുണ്ട്. ആ വിരോധമൊക്കെ മാറി കമ്പ്യൂട്ടർ ഫോബിയ മാറി നമ്മളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം അതിലൂടെ നടക്കുന്നു. അത്തരത്തിൽ ഭൗതികമായി നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തിയെങ്കിലും പാഠ്യപദ്ധതി പരിഷ്കരിച്ചില്ല. കഴിഞ്ഞ 5 കൊല്ലമായി പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നില്ല. അതിപ്പോൾ ഈ പുതിയ സർക്കാർ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ സുപ്രധാനമായ ഒരു കാര്യം, ഭാഷ അഭ്യസനത്തെക്കുറിച്ചൊരു നയം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. മാതൃഭാഷയിലൂടെയാണ് അഭ്യസനം എന്നത് സാർവദേശീയമായി അംഗീകരിക്കട്ടെ, നമ്മുടെ സർക്കാരും അംഗീകരിച്ചു, നടപ്പിലാക്കിയപ്പോൾ പ്രശ്നമുണ്ടായി എന്ന് പറയാം. പക്ഷേ അഭ്യസനം എങ്ങനെയാവണം, പാഠപുസ്തകം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാവണം? അപ്പം നിലവിലുള്ള പാഠപുസ്തകങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് പഠിക്കാൻ, അതിൽ ഭാഷാ അഭ്യസനത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഏത് തരത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പഠിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കേണ്ടത് ആവശ്യമാണ്. കാരണം കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രം പരിശോധിക്കണം. ഭാഷാ അഭ്യസനത്തിൻ്റെ, അത് സിദ്ധാന്തപരമായിട്ടത് ബിഹേവിയറിസമായിരുന്നാലും ചേഷ്ടാവാദമായിരുന്നാലും ജ്ഞാനനിർമ്മിതിവാദമായിരുന്നാലും പ്രവർത്തനാധിഷ്ഠിത ബോധനശാസ്ത്രമായിരുന്നാലും കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് കേരളത്തിൽ വന്ന ഭാഷാ അഭ്യസനത്തിലെ മാറ്റം എന്താണ് എന്ന് പഠിക്കാൻ പണ്ഡിതന്മാരുടെ ഒരു സമിതിയെ വയ്ക്കണം. അതിൽ ഭാഷാശാസ്ത്രജ്ഞൻ വേണം, ശാസ്ത്രകാരൻ വേണം, ശാസ്ത്രാധ്യാപകൻ അതിനകത്ത് വേണം. കാരണം ശാസ്ത്രഭാഷയും സാഹിത്യഭാഷയും രണ്ടാണ്. എന്ന് വെച്ചാൽ സർഗസാഹിത്യത്തിൻ്റെ ഭാഷയും ശാസ്ത്ര സാഹിത്യത്തിൻ്റെ ഭാഷയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരെ ഉപയോഗിച്ചൊരു കമ്മീഷനെ വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റും എന്നാണ്. എങ്ങനെയാണ് വൈജ്ഞാനിക സമൂഹമാക്കാൻ പറ്റുക? ഭാഷയിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ വൈജ്ഞാനിക സമൂഹമാകുകയുള്ളൂ. ലോകത്ത് എവിടെ എന്ത് വിജ്ഞാനമുണ്ടാക്കിയാലും അത് വിതരണം ചെയ്യാൻ ഭാഷ വേണം. ഇപ്പോൾ ഗുട്ടൻബർഗ് എന്ന് പറയുന്നയാൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മനിയിലാണ്. അയാൾ ജർമ്മൻ ഭാഷയിലാണ് ആ സാങ്കേതിക വിദ്യ പറഞ്ഞു കൊടുത്തത്. പിന്നീട് 1474 ജോൺ കാക്സ്റ്റൺ എന്ന് പറയുന്നയാൾ ഇംഗ്ലണ്ടിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അയാളത് ഇംഗ്ലീഷിലാണ് കൂടെ നിന്നവർക്ക് പറഞ്ഞു കൊടുത്തത്. ആറ്റമിനെ അല്ലെങ്കിൽ അണുവിനെ 2ആയി വിഭജിക്കാമെന്ന് ഏണസ്റ്റ് റദർഫോർഡ് കണ്ടുപിടിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോൾ ഇംഗ്ലീഷിലോ പറഞ്ഞു കൊടുത്തു. റഷ്യക്കാരൻ എങ്ങനെയായിരിക്കും അത് പഠിച്ചത്? അയാൾ ഇംഗ്ലീഷിലായിരിക്കുമോ പഠിച്ചത്, റഷ്യനിലായിരിക്കുമോ? ജർമ്മൻകാരൻ എങ്ങനെയായിരിക്കും പഠിച്ചത്? അവർക്കൊക്കെ ന്യൂക്ലിയർ വെപ്പൺ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ചൈനക്കാരൻ എങ്ങനെയായിരിക്കും പഠിച്ചത്? ചൈനീസ് ഭാഷയിലാണ് പഠിച്ചത്. ഇപ്പോൾ ലോകത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നുണ്ട്. അവർ പോകുന്ന പ്രദേശങ്ങളിൽ, ഇപ്പോൾ ജർമ്മനിയിലാണ് പാരാമെഡിക്കൽ കോഴ്സ് ഏറ്റവും കൂടുതൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ജർമ്മനിയാണ്. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ്. പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പോകുന്ന ആൾക്കാരെ ആദ്യത്തെ 1 കൊല്ലം ജർമ്മൻ ഭാഷ പഠിപ്പിക്കുകയാണ്. ചൈനയിൽ പഠിക്കാൻ പോകുന്നവരെ ചൈനീസ് ഭാഷ 1 കൊല്ലം പഠിപ്പിക്കും. കാരണം അവരുടെ ഭാഷയിലാണ് അവർ ഈ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവും മെഡിക്കൽ വിദ്യാഭ്യാസവും നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഷ വൈജ്ഞാനിക ഭാഷയായി. അവരുടെ ഭാഷ ജർമ്മൻ ഭാഷ, റഷ്യൻ ഭാഷ, ചൈനീസ് ഭാഷ, ജാപ്പനീസ് ഭാഷയൊക്കെ വൈജ്ഞാനിക ഭാഷയായി വളരുമ്പോൾ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് വിജ്ഞാനവും ഇംഗ്ലീഷിൽ വികിരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ, മലയാള ഭാഷയ്ക്ക് നേട്ടമുണ്ടാകുവാൻ സാധിക്കില്ല. മലയാളത്തിൽ നമ്മുടെ അധ്യാപകരും നമ്മുടെ ഗവേഷകന്മാരും അവർ കണ്ടെത്തുന്ന പുതിയ വിജ്ഞാനം, സർവകലാശാലകൾ വിജ്ഞാനോൽപാദന കേന്ദ്രങ്ങളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. സർവകലാശാലകൾ വിജ്ഞാനോൽപാദന കേന്ദ്രങ്ങളാണ് എങ്കിൽ ആ സർവകലാശാലകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിജ്ഞാനം എങ്ങനെയാണ് മലയാളികൾക്ക് വിതരണം ചെയ്തു കൊടുക്കുന്നത്?
മലയാളികൾക്ക് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ലോകത്തേക്ക് പോകേണ്ടുള്ളൂ. അത് ലോകത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ആയിക്കോളൂ. പാശ്ചാത്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അറബിക്കിലായിക്കോളൂ. പക്ഷേ മലയാളത്തിൽ ഉണ്ടാവണ്ടേ? വിജ്ഞാനം, ഒരു വിവരം അറിയുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് ഏത് ഭാഷയിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അയാൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലുണ്ടാക്കാം. മലയാളം അറിയുന്ന ആളാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷും പഠിച്ചാൽ മതി. അപ്പോൾ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഭാഷയിലൂടെയാണ്. ആ ഭാഷ ഏത് ഭാഷയാണോ ആ ഭാഷ വൈജ്ഞാനിക ഭാഷയായി വളരും. മലയാളത്തെ വൈജ്ഞാനിക ഭാഷയാക്കണമെങ്കിൽ മലയാളത്തിൽ ഗവേഷണം നടക്കണം, മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടാവണം. കേരള സമൂഹം വൈജ്ഞാനിക സമൂഹമാകണമെങ്കിൽ മലയാളം സംസാരിക്കുന്ന കേരളീയർക്ക് ഈ വിജ്ഞാനം വിരൽത്തുമ്പിൽ കിട്ടണം. ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പല ഇംഗ്ലീഷ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെയോ ആരോഗ്യ മേഖലയിലെയോ കാർഷിക മേഖലയിലെയോ വിജ്ഞാന ഉൽപ്പാദനം നടത്തുമ്പോൾ പല ഇംഗ്ലീഷ് വാക്കുകൾക്കും നമുക്ക് മലയാളം തത്തുല്യമായ മലയാളം കിട്ടിയില്ല എന്ന് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഭാഷാപരമായ മൗലികവാദമല്ല വേണ്ടത്, ഭാഷയിലെ പദങ്ങളെ കടമെടുക്കാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന ഭാഷയായിട്ട് അഹങ്കരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 40% വാക്കുകൾ ലാറ്റിൻ ഭാഷയിൽ നിന്നോ ഫ്രഞ്ച് ഭാഷയിൽ നിന്നോ ഗ്രീക്ക് ഭാഷയിൽ നിന്നോ എടുത്തിട്ടുള്ളതാണ്. ഗണിതത്തിലെ പൈ എന്ന് പറയുന്ന അടയാളം അല്ലെങ്കിൽ തീറ്റ, ലാംഡ എന്നൊക്കെ പറയുന്ന വാക്കുകളും അക്ഷരങ്ങളെല്ലാം ലാറ്റിൻ ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിൽ നിന്നോ വന്നതാണ്. മലയാള ഭാഷയിലുള്ള വാക്കാണ് കയർ. ഇംഗ്ലീഷ് ഭാഷയിലും കയർ തന്നെയാണ്. ജനൽ, അലമാര ഇംഗ്ലീഷാണ്, മലയാളവുമാണ്, എല്ലാമാണ്. നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന സർക്കാർ എന്ന വാക്ക് ഏത് ഭാഷയാണ്? പേർഷ്യൻ ഭാഷയാണ്. അത് മുഗൾ ഭരണകാലത്തുണ്ടായ വാക്കാണ്. അങ്ങനെ എത്രയോ വാക്കുകൾ ഇംഗ്ലീഷുകാർ കടമെടുത്തിട്ടാണ് അവരെ ഭാഷയെ വളർത്തിയതെങ്കിൽ നമുക്കും എത്രയോ ഈ വാക്കുകളെല്ലാം കടമെടുത്തുകൊണ്ട് തന്നെ മലയാളത്തെ സമ്പന്നമാക്കാനാക്കും, സമ്പുഷ്ടമാക്കാൻ പറ്റും. മലയാളത്തിലെ നല്ലൊരു വിഭാഗം വാക്കുകൾ തമിഴാണ്, കുറേയൊക്കെ സംസ്കൃതമാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉപകരണങ്ങളായ വാക്കുകളെല്ലാം തന്നെ നമുക്ക് മലയാളമാക്കേണ്ടതുണ്ടോ? കമ്പ്യൂട്ടറിന് വേറൊരു മലയാളം വേണോ? കീബോർഡ്, അച്ചടി, അല്ലെങ്കിൽ അച്ചുപടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തമിഴുകാരങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചടി അങ്ങനെ വേണ്ട, കീബോർഡ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. മൗസ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. മൗസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എലിയെന്നാണ്. കമ്പ്യൂട്ടർ എന്ന ഉപകരണം വന്നതിന് ശേഷമാണ് ആ മൗസിൻ്റെ അർത്ഥം വേറൊരു തലത്തിലേക്ക് മാറുന്നത്. കാരണം ജ്ഞാനോൽപാദനം നടക്കുമ്പോൾ, ശാസ്ത്ര സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ പഴയ വാക്കുകളുടെ അർത്ഥമൊക്കെ മാറും. അപ്പം മാറ്റിയാണ് അർത്ഥം കൽപ്പിക്കുന്നത്. അപ്പോൾ മലയാളം എല്ലാ ഇംഗ്ലീഷിലുള്ളതോ തമിഴിലുള്ളതോ അല്ലെങ്കിൽ സംസ്കൃതത്തിലുള്ളതോ ജർമ്മനിലുള്ളതോ ആയ എല്ലാ വാക്കുകളും അതിന് തത്തുല്യമായ മലയാളം ഉണ്ടാക്കുക എന്നുള്ളതല്ല. തത്തുല്യമായ മലയാളം ഉണ്ടാക്കാൻ പ്രായോഗികമായ വൈഷമ്യമുണ്ടെങ്കിൽ ആ വാക്കുകളെ അതേപോലെ ഉപയോഗിച്ചാൽ മതി. നമുക്കിപ്പോൾ കാറും ലൈറ്റും ഫാനും ഒക്കെ തന്നെ, മോട്ടോർ നമ്മൾ മലയാളം യന്ത്രം എന്നൊക്കെ പറയാമെങ്കിൽ എന്തൊക്കെ യന്ത്രം, ഒരുപാട് യന്ത്രമുണ്ട്. അതെല്ലാം നമ്മൾ മലയാളമായിട്ട് കഴിച്ചു. അപ്പം മലയാള വാക്കുകളായി കഴിഞ്ഞു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് ഇംഗ്ലീഷാണ്, പക്ഷേ ഞാൻ പറയും ഇപ്പോൾ അത് മലയാളമാണ്. തത്തുല്യമായൊരു മലയാള പദം കണ്ടുപിടിക്കാൻ കഴിയാത്ത മണ്ടന്മാരായിരുന്നില്ല EMS നമ്പൂതിരിപ്പാടും NV കൃഷ്ണവാര്യരും CH മുഹമ്മദ് കോയയും. അവർക്ക് തോന്നി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കഴിയുന്ന അർത്ഥമല്ല അതിനെ മലയാളത്തിൽ വേറൊരു പദത്തിലേക്ക് കൊണ്ടുവന്നാൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ മലയാള വാക്കാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ പ്രാദേശികമായ ഈഷൽ ഭേദങ്ങളോടുകൂടി മലയാള ഭാഷയെ സമ്പന്നമാക്കാൻ പറ്റും. പക്ഷേ അടിസ്ഥാന തത്വം ഭാഷ അഭ്യസനത്തിൻ്റേതാണ്. 1ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ തെറ്റില്ലാതെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് മുന്നോട്ട് പോകാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കതിനെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏത് വിദ്യയും അഭ്യസിക്കുന്നത് ബാലപാഠം തൊട്ടല്ലേ. സംഗീതം അഭ്യസിക്കാൻ പോകുന്ന ഒരാൾ സംഗീതത്തിൻ്റെ ബാലപാഠം തൊട്ടല്ലേ പഠിക്കുന്നത്. നൃത്തം പഠിക്കാൻ പോകുന്ന ഒരാൾ നൃത്തത്തിൻ്റെ ബാലപാഠം തൊട്ടല്ലേ പഠിക്കുന്നത്, ഏത് പ്രായക്കാരനായിരുന്നാലും. കളരി അഭ്യസനത്തിന് പോകുന്ന ഒരാൾ ബാലപാഠം തൊട്ടല്ലേ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാഷാഭ്യസനത്തിലും ബാലപാഠം ഏതെന്ന് തിരിച്ചറിയേണ്ടേ, ഏതാദ്യം പഠിക്കണമെന്ന് തിരിച്ചറിയേണ്ടേ. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഭാഷാഭ്യസനം ശാസ്ത്രീയമാവുകയുള്ളൂ. അങ്ങനെ ശാസ്ത്രീയമായ ഒരു ഭാഷാ അഭ്യസന നയത്തിന് കേരളം രൂപം കൊടുത്തില്ല എങ്കിൽ മലയാളത്തെ ഔദ്യോഗിക ഭാഷയാക്കാനും അധ്യയന ഭാഷയാക്കാനും സർവകലാശാലാ തലത്തിൽ വൈജ്ഞാനിക ഭാഷയാക്കി വികസിപ്പിക്കാനും തടസ്സമുണ്ടാകും. ഇത്തരത്തിലുള്ളൊരു അറിവ്
ആ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റലാണ് കേരള സമൂഹം ഇന്ന് ചെയ്യേണ്ടത്.